മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ഇന്ന് ടൊമാറ്റോ ഉപ്മാവും ഒപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പീനട്ട് ചട്നിയും കൂടെ തയ്യാറാക്കാം. പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ഉപ്മാവിന്. തീർച്ചയായിട്ടും റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ റെസിപ്പി സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. അപ്പോൾ വായോ നമുക്ക് ഈ ഒരു ടൊമാറ്റോ ഉപ്മാവ് ആൻഡ് പീനട്ട് ചട്നി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഹൈ ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ സൗമ്യ. വെൽക്കം ടു ഇഷ സ്പൈസി ടേസ്റ്റി വേൾഡ്. അപ്പോൾ നമുക്ക് ആദ്യം ഉപ്പുമാവിനായിട്ട് ചട്നി തയ്യാറാക്കാം. അതിനായിട്ടൊരു കടായിൽ 1 ടേബിൾ സ്പൂൺ ഓയിൽ ചൂടാക്കിയതിന് ശേഷം 1/2 ടീസ്പൂൺ കടുക് ഒന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. കൂടെ ഒരു 5-6 വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് എരിവിൻ്റെ അനുസരിച്ച് പച്ചമുളകോ കാന്താരി മുളകോ ചേർത്ത് കൊടുത്തോളൂ. ഞാനൊരു 8 കാന്താരി മുളക് ചേർത്ത് ഇതുപോലെ നന്നായിട്ടൊന്ന് വഴട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് വഴണ്ട് വന്നതിന് ശേഷം നമുക്കിതിലോട്ട് കുറച്ച് കരിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. കരിവേപ്പിലയും ഒന്ന് വഴണ്ട് വന്നതിന് ശേഷം നമുക്ക് ഈ ഒരു താളിച്ചതെല്ലാം കൂടെ ഒരു ബൗളിലോട്ടൊന്ന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം. നമ്മൾ ഏതിലോട്ടാണ് കറി റെഡിയാക്കുന്നത് ആ ബൗളിലോട്ടാണ് ഞാൻ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു മിക്സി ജാർ എടുക്കാം. അതിലോട്ട് ഒരു 1/4 കപ്പ് വറുത്ത കടലയാണ്. അത് തൊണ്ടെല്ലാം റിമൂവ് ചെയ്താണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിനൊപ്പം തന്നെ ഒരു 2 ടേബിൾ സ്പൂണ് പൊട്ടുകടലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു താളിച്ചപ്പം ചേർത്ത് ആ ഒരു പച്ചമുളക് എല്ലാം നമുക്ക് ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. കൂട്ടത്തിൽ തന്നെ നമുക്ക് ഒരു 3 ടേബിൾ സ്പൂണ് ഫ്രഷായിട്ട് ചെറിയ നാളികേരം, ആവശ്യമനുസരിച്ച് ഉപ്പും ഒരു 2 ടേബിൾ സ്പൂണോളം വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഫൈൻ പേസ്റ്റാക്കി അരച്ചെടുക്കാം. വെള്ളം 2 ടേബിൾ സ്പൂൺ മാത്രം തേങ്ങിയില്ലെങ്കിൽ ആവശ്യമനുസരിച്ച് ചേർത്തോളൂ കേട്ടോ. അതിനുശേഷം പേസ്റ്റായിട്ട് അരച്ചിട്ട് ഞാൻ ആ ഒരു താളിച്ച് വെച്ചിരിക്കുന്ന ആ പാത്രത്തിലോട്ട് ഒന്ന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്ത് ആവശ്യമനുസരിച്ച് നമുക്ക് എത്രമാത്രം ഗ്രേവിയുടെ കൺസിസ്റ്റൻസി ആവശ്യമുള്ളത് അതിനനുസരിച്ച് ഞാൻ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ 1 ഗ്ലാസോളം ഞാൻ വെള്ളം ചേർത്ത് കൊടുത്ത് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പെല്ലാം പാകത്തിനുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്തതിന് ശേഷം അടുപ്പത്ത് വെച്ച് ജസ്റ്റ് ഒന്ന് പതങ്ങി വരുന്ന സ്റ്റേജ് വരെ നമുക്ക് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. അധികം ഒന്ന് ബോയിൽ ആവേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് പതങ്ങി വന്നാൽ മതി കേട്ടോ. അപ്പോൾ ഏകദേശം നന്നായിട്ടൊന്ന് ലൈറ്റ് ഒരു പത പോലെ വന്നിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു നമ്മുടെ ചട്നി ഒന്ന് മാറ്റിയെടുക്കാം. പെർഫെക്റ്റ് ആയിട്ട് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് ടൊമാറ്റോ ഉപ്മാവ് തയ്യാറാക്കാം. അതിനായിട്ട് ഒരു മിക്സി ജാർ എടുക്കാം. അതിലോട്ട് 2 മീഡിയം സൈസുള്ള തക്കാളി, നല്ല പഴുത്ത തക്കാളിക്ക് ഞാൻ ക്യൂബ്സ് ആക്കി കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂട്ടത്തിൽ 1 ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർത്ത് ഇതുപോലെ നല്ല ഫൈൻ മഷിയായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മളിത് താളിച്ച് വെച്ച ആ ഒരു സെയിം കടായാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിലോട്ട് 1 ടേബിൾ സ്പൂണ് ഓയിലും ഒരു 2 ടേബിൾ സ്പൂണോളം നെയ്യും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ നെയ്യെല്ലാം നന്നായിട്ടൊന്ന് മെൽറ്റായി വന്നതിന് ശേഷം നമുക്കിതിലോട്ട് 1 ടീസ്പൂണ് കടുകൊന്ന് ചേർത്ത് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വന്നതിന് ശേഷം നമുക്കിതിലോട്ട് 1 ടേബിൾ സ്പൂണ് ഉഴുന്ന് പരിപ്പും 1 ടേബിൾ സ്പൂണ് കടലപ്പരിപ്പും കൂടെ ചേർത്ത് അത് ജസ്റ്റ് ഒന്ന് ലൈറ്റ് ഗോൾഡൻ ഷെയ്ഡ് ആകാൻ വരെ ഒന്ന് വഴട്ടിയെടുക്കാം. ഇതൊന്ന് വഴണ്ട് വന്നതിന് ശേഷം നമുക്കിതിലോട്ട് കുറച്ച് കാഷ്യൂ നട്ട്സ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 5-8 കാഷ്യൂ നട്ട് 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഒന്ന് ചേർത്ത് അത് നന്നായിട്ടൊന്ന് ലൈറ്റ് ഒരു ഗോൾഡൻ ഷെയ്ഡ് ആകുന്നിടം വരെ വഴട്ടി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ ഇഞ്ചി ഞുറുക്കിയിട്ടാണ് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 5-8 ചെറിയ ഉള്ളിയും തീരെ നൈസായിട്ട് ഞാൻ ചോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതും കൂടെ ചേർത്ത് ഈ വക എല്ലാം നന്നായിട്ടൊന്ന് വഴട്ടിയെടുക്കാം. ആ ഒരു ഇഞ്ചിയുടെയും ചെറിയ ഉള്ളിയുടെയും പച്ചമണം മാറുന്നിടം വരെ ഒന്ന് വഴട്ടിയെടുത്തതിന് ശേഷം നമുക്കിതിലോട്ട് എരിവിൻ്റെ അനുസരിച്ച് പച്ചമുളകോ കാന്താരി മുളകോ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 5 കാന്താരി മുളക് സ്പ്ലിറ്റ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടെ ഒന്ന് വഴണ്ട് വന്നതിന് ശേഷം ഇതിലോട്ട് കുറച്ച് കരിവേപ്പിലയും കൂടെ നമുക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ ഫ്ലേവർ പ്രത്യേക ഒരു ടേസ്റ്റ് കിട്ടുന്നതായിരിക്കും കേട്ടോ. കായപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു മീഡിയം സൈസുള്ള ക്യാപ്സിക്കം തീരെ നൈസായിട്ട് ഞുറുക്കിയിട്ടുണ്ടായിരുന്നു, ഒരു 2 മീഡിയം സൈസുള്ള ക്യാരറ്റും ഞുറുക്കിയിട്ടുണ്ടായിരുന്നു, അതും കൂടെ ചേർത്ത് ഈ വകയെല്ലാം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഒരു 2-3 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇതുപോലെ ഒന്ന് കുക്കായതിന് ശേഷം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ആ ഒരു മഞ്ഞൾപ്പൊടിയുടെയും പച്ചമണം മാറുന്നിടം വരെ ഒന്ന് വഴട്ടി കൊടുത്തതിന് ശേഷം നമ്മൾ പേസ്റ്റാക്കി വെച്ചിരിക്കുന്ന ആ ഒരു തക്കാളിക്കയുടെ ഗ്രേവി നമുക്ക് ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. ശേഷം ആവശ്യമനുസരിച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ആ ഒരു തക്കാളിക്ക എല്ലാം നന്നായിട്ട് യോജിച്ച് മസാലകളിൽ യോജിച്ച് വരുന്ന രീതിയിൽ മിക്സ് കൊടുത്തതിന് ശേഷം ഒരു ബോയിൽ വരുമ്പോഴത്തേക്കും നമുക്ക് ലിറ്റിട്ട് ക്ലോസ് ചെയ്ത് ആ ഒരു തക്കാളിക്ക ഒന്ന് കുക്കായി വരുന്ന സമയം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഒരു 2-3 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ തക്കാളിക്കെല്ലാം നന്നായിട്ടൊന്ന് കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയാണ് നമുക്ക് ഇതിലോട്ട് ചൂടുവെള്ളം ആഡ് ചെയ്യേണ്ടത്. നല്ല തിളച്ച വെള്ളം ഞാൻ 3.5 കപ്പ് തിളപ്പിച്ചിട്ടുണ്ടായിരുന്നു, അതാണ് നമ്മളിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നല്ലൊരു ബോയിൽ വരുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അത്യാവശ്യം നന്നായിട്ടൊന്ന് ബോയിലായി വന്നിട്ടുണ്ട്. ഇനി ഞാൻ റവയാണ് ചേർത്ത് കൊടുക്കുന്നത്. വറുത്ത റവയാണ് ഞാൻ എടുത്തേക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ വറക്കാത്ത റവയാണെങ്കിൽ അതൊന്ന് വറുത്തെടുത്തോളൂ കേട്ടോ. ഇതുപോലെ നന്നായിട്ടൊന്ന്
വറുത്ത റവ നമ്മൾ ഇതുപോലെ കുറേശ്ശെ ആഡ് ചെയ്ത് നമുക്ക് ഞാനിവിടെ 1.5 കപ്പ് റവയാണ് എടുത്തിരുന്നത്. അത് നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ലിറ്റിട്ട് ക്ലോസ് ചെയ്ത് ഒരു 5 മിനിറ്റ് ഒന്ന് കുക്ക് ആവാൻ വേണ്ടിയിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഒരു 5 മിനിറ്റിന് ശേഷം നമ്മുടെ ലിഡ് ഓപ്പൺ ചെയ്ത് നോക്കിക്കോളൂ. നമ്മുടെ പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ ഉപ്പുമാവ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തോളൂ കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നല്ല സോഫ്റ്റായിട്ട് വായിലിട്ട മെൽറ്റ് ആയിരുന്ന രീതിയിലുള്ള ടൊമാറ്റോ ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കൊരു സർവിങ് പ്ലേറ്റിലോട്ട് ഇതുപോലെ ഒന്ന് സർവ് ചെയ്ത് കൊടുക്കാം. ഒപ്പത്തിൽ തന്നെ നമ്മൾ തയ്യാറാക്കിയിരിക്കുന്ന ആ ഒരു പീനട്ട് ചട്നിയും കൂടെ ചേർത്ത് കൊടുത്ത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു നമ്മുടെ ടൊമാറ്റോ ഉപ്പുമാവ് വിത്ത് പീനട്ട് ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. നല്ല ചൂടോടെ കഴിക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ. കുട്ടികളുടെ ലഞ്ച് ബോക്സോ അല്ലെങ്കിൽ പെട്ടെന്നൊരു നമുക്ക് തയ്യാറാക്കാൻ ഉപ്പുമാവ് വ്യത്യസ്ത രീതിയിൽ ഉപ്പുമാവ് കഴിക്കാൻ തോന്നുവാണെങ്കിൽ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കിക്കോളൂ. പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, ഫോളോ ആൻഡ് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് നമ്മളെ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അടുത്ത നല്ലൊരു റെസിപ്പിയും കൊണ്ട് വരുന്നിടം വരെ എല്ലാവരും സ്റ്റേ ട്യൂൺ, ബി ഹാപ്പി and keep smiling. Thank you for watching and bye-bye.